അതപ്പോൾ നമ്മുടെ സോഫയ്ക്ക് നമ്മൾ പുതിയൊരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് ഞാൻ വിരിച്ചില്ല കേട്ടോ, ജസ്റ്റ് കറക്റ്റാണോ മെഷർമെൻ്റ് എന്ന് അറിയാൻ ഒന്ന് ഇട്ട് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാനത് കറക്റ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു നമ്മുടെ ഹൗസ്, നമ്മുടെ ഈ പുതിയ വീട്ടിൽ വന്നിട്ട് 1 വർഷമായത്, 1 ഇയറായി. അപ്പം നമ്മുടെ സാധനങ്ങൾ നമ്മളെല്ലാം യൂസ് ചെയ്ത് അന്ന് തൊട്ടേ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അന്നേരം ഒരു ആമസോൺ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാണ് സോഫയുടെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു രൂപം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും പുറമേ കാണാനില്ല. കുറച്ച് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ, അതായത് ഇവർ വെള്ളം തെച്ചുകൂട്ടം മിക്കപ്പോഴും വെള്ളം മറിക്കാറുണ്ട്. അതിനകത്തെ മൂത്രമൊഴിക്കലൊന്നും ഇല്ല കേട്ടോ, അവളങ്ങനെ സോഫയിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന പരിപാടിയില്ല. നമ്മൾ പോട്ടിയിൽ ആളിവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ പോട്ടിയിൽ മൂത്രം ഒഴിപ്പിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ തുന്നൽ വിട്ടുപോയിട്ട് അവിടെ കീറി ഇങ്ങനെ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കാണാമായിരുന്നു. അപ്പം ഞാനതിപ്പോൾ ജസ്റ്റ് വെറുതെ നോർമൽ നൂല് വെച്ചിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് വലിയ സൂചി ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ അന്നേരം ഞാൻ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പുറമേ നിന്ന് ഇങ്ങനെ നൂല് അകന്നിരിക്കുന്നുണ്ടോ, അതപ്പോൾ ഇനിയും വിട്ടുപോകും. അതുകൊണ്ടാണ് അത് അങ്ങനെ അകന്ന് വരുന്നത്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ വെയിറ്റെല്ലാം ചെന്ന് കഴിയുമ്പോഴേ. അപ്പോൾ സ്റ്റിച്ചിങ് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സംഭവം നമ്മൾ സ്ലീപ്പി ഹെഡിൻ്റെ വാറണ്ടി ഉള്ള സോഫ വാങ്ങിച്ചതായിരുന്നേ. 3 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ സ്ലീപ്പി ഹെഡുകാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൂങ്ങിപ്പോയ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതായത് അവരുടെ സ്പ്രിങ് പോയിട്ട് വല്ല വെയിറ്റ് തൂങ്ങിപ്പോയ പോലത്തെ അങ്ങനത്തെയൊക്കെ സംഭവത്തിന് മാത്രമേ അവർ വാറണ്ടി ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ തുന്നൽ വിട്ടുപോയതിനൊന്നും വാറണ്ടി തരാൻ പറ്റൂല എന്ന്. അപ്പോൾ അത് വെറും പറ്റിപ്പീസായിപ്പോയി അവരുടെ ആ വാറണ്ടി. അതിനകത്ത് അവരങ്ങനെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്, അതായത് വാറണ്ടി ഇല്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വിചാരിക്കുക ഇതിപ്പോൾ ഇവരങ്ങനെ ഭയങ്കര റഫായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ നമ്മുടെ പുറകോട്ട് ചാരിയിരിക്കുന്ന കുഷിയും പോലത്തെ സംഭവമൊക്കെ നാശമായി പോയേനെ. ഇതിനിപ്പോൾ അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഇവരത്ര നമ്മളങ്ങനെ മേളിൽ കയറി കിടന്ന് ചാടലൊക്കെ കുറവാണ് അതുകൊണ്ട്. അപ്പോൾ ഇതാണ് സോഫയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ സോഫ കവറെല്ലാം വെച്ചു, ഒറ്റയ്ക്ക് വൃത്തിക്ക് ആയിട്ടുണ്ട്, വിചാരിച്ച പോലെയൊക്കെ തന്നെ.